ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 284. ഇത് 59ാമത്തെ ഉപനിഷത്തായിട്ട് തൈത്തിരി ഉപനിഷത്താണ് നോക്കുന്നത്. ഇതിൽ ഭൃഗുവല്ലിയിൽ അനുവാദം 7. ഇതിൽ അന്നവും പ്രാണനും ഇത് തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റിയാണ് പറയുന്നത്. എന്താണ് പറയുന്നത് നോക്കാം. ഇതിൽ അന്നത്തിൻ്റെ മഹത്വം വിവരിക്കുകയാണ്. അന്നത്താൽ സമ്പന്നമാകാൻ ആഗ്രഹിക്കുന്നവൻ ഞാൻ ഒരിക്കലും അന്നത്തെ നിന്ദിക്കുകയില്ല എന്ന വ്രതം എടുക്കണം. ഞാൻ ഒരിക്കലും അന്നത്തെ, അതായത് ഒരന്നത്തെ സമ്പാദിക്കണം. അന്നം സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ, അന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നതിനെയാണ് അന്നം എന്നതുകൊണ്ട്, അന്നത്തിൽ നിന്നാണ് ഈ ശരീരം ഉണ്ടായത്. അപ്പോൾ ഏതൊരു വസ്തു ഉണ്ടാക്കുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന വസ്തുവിനെ വേണമെങ്കിൽ അന്നം എന്ന് പറയാം. അത് ഭൂമിയിൽ നിന്ന് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരമെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ആ അന്നം കൊണ്ടുള്ള സമ്പത്ത്, അന്നം കൊണ്ട് സമ്പന്നമാകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഏതൊക്കെ അടിസ്ഥാന വസ്തുവാണ് അന്നം. ഉദാഹരണമായിട്ട് ഒരു കമ്പ്യൂട്ടറിൻ്റെ അന്നമയ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പെട്ടിയും പിക്ചർ ട്യൂബ് അതെല്ലാമാണ്. അപ്പോൾ പൊതുവെ എല്ലാ ഭൗതിക വസ്തുക്കളും അന്നമായിട്ട് എടുക്കാം, ഭൂമിയിൽ നിന്ന് വരുന്ന എല്ലാം. അതിൽ ആഗ്രഹം വെക്കുന്നവർ, അപ്പം ഈ ഭൗതിക ലോകത്തിൽ 99% ആൾക്കാരും ഇത്തരം വസ്തുക്കളിൽ ആഗ്രഹമുള്ളവരാണ്. അവരെല്ലാം അന്നത്തിൽ ആഗ്രഹിക്കുന്നവരാണ്. അവരെന്ത് വേണം? ഒരിക്കലും അന്നത്തെ നിന്ദിക്കരുത്. അത്തരം ഭൗതിക ലോകങ്ങളിൽ അന്നത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട്, അതാ സമ്പത്ത്, അന്നം തന്നെയാണ് സമ്പത്ത്. ആ സമ്പത്തിനെ ആഗ്രഹിക്കുന്നവരെ ഒരിക്കലും അന്നത്തെ നിന്ദിക്കരുത്. നിന്ദിക്കില്ല എന്നൊരു വ്രതം എടുക്കണം. ഏതെങ്കിലും ഒരു വസ്തു ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു ലഭിക്കാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അതിലൊരു മഹത്വ ബുദ്ധി നമുക്കുണ്ടാകണം എന്നത് സാമാന്യ നിയമം. ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ എന്തോ ഒരു മഹത്വം കാണുന്നുണ്ട്. അതിലെന്തോ മഹത്വം കണ്ടിട്ട് നമ്മളതിൽ ആകൃഷ്ടരാകുന്നുണ്ട്. അങ്ങനെ അതിൽ ആകൃഷ്ടരാകുമ്പോൾ അപ്പോൾ അത് അവന് വേണ്ടിയും പ്രവർത്തിക്കും. അപ്പോൾ അത് അവന് വേണ്ടും പ്രവർത്തിക്കും. നമ്മളിപ്പോൾ മാങ്ങയിൽ വലിയ ആഗ്രഹം വെക്കുന്നുണ്ടെങ്കിൽ മാങ്ങ എന്ത് ചെയ്യും? നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കുക. എങ്ങനെ? മാങ്ങയോട് ആഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മൾ മാങ്ങ പറിച്ചു തിന്നു. അപ്പോൾ ആ മാങ്ങ നമ്മളെയും സേവിക്കും. എന്നാൽ ഏതെങ്കിലും ഒരാൾക്ക് അതിനോട് വിരക്തിയാണെങ്കിലോ, ഉദാഹരണമായിട്ട് എനിക്ക് മാങ്ങ തീരെ ഇഷ്ടമല്ല, വിരക്തിയാണെങ്കിൽ ഞാനതിനെ നോക്കുക പോലുമില്ല, മാങ്ങ എന്നെ സേവിക്കുകയുമില്ല. പിന്നെ മാങ്ങ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ ശരീരത്തിൽ കയറുമില്ല. മാങ്ങയും നമ്മളെ ഗൗനിക്കില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയോട് നമുക്ക് വലിയ മഹത്വം തോന്നി അങ്ങോട്ട് അടുപ്പുണ്ടെങ്കിൽ ആ വ്യക്തി ഇങ്ങോട്ടേക്ക് വരും. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിലോ അത് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ ആ ഒരു പരസ്പര ബന്ധമാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ ഏതിലാണോ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആഗ്രഹം ഏതെങ്കിലും ഒന്നിലോടുണ്ടെങ്കിൽ അത് നമുക്കും സേവനം ചെയ്യും. അപ്പോൾ നമുക്കൊന്നിനോട് വിരക്തി ഉണ്ടാവുകയാണെങ്കിൽ അത് അവൻ്റെ നേരെ കണ്ണു തുറക്കുക പോലുമില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് ആ നിലയിൽ ചിന്തിക്കുമ്പോൾ അന്നം തന്നെയാണ് പ്രാണൻ. കാരണം അന്നമാണ്
അന്നമയ ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ പ്രാണൻ അതിനകത്ത് കയറുകയുള്ളൂ. ഈ അന്നമയ ശരീരം ഉണ്ടായതിൻ്റെ ശേഷമാണ് അതിൽ പ്രാണൻ കയറുന്നത്. ഈ ശരീരം ഇല്ലെങ്കിലോ പ്രാണൻ എങ്ങനെ കയറും? അപ്പം അന്നം തന്നെയാണ് പ്രാണൻ എന്ന് പറഞ്ഞു കൊണ്ടുവരാൻ പോവുകയാണ്. പ്രാണൻ തന്നെ അന്നം എന്നും തിരിച്ചും പറയുന്നു. അന്നം തന്നെയാണ് പ്രാണൻ, പ്രാണൻ തന്നെയാണ് അന്നം. കാരണം അന്നത്തിൽ നിന്നും പ്രാണന് ബലമുണ്ടാകും. നമ്മൾ അന്നം കഴിച്ചാൽ മാത്രമേ പ്രാണന് ശക്തി കിട്ടുകയുള്ളൂ. നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാലോ? അന്നമയ ശരീരമുണ്ടെങ്കിലേ പ്രാണൻ കയറുകയുള്ളൂ എന്നത് ഒരു വശം. ഇനി അതല്ല, നമ്മൾ അന്നം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ പ്രാണൻ അവിടെ നിലനിൽക്കുമോ? നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രാണൻ എങ്ങനെ നിലനിൽക്കുക? പ്രാണൻ പോകും. പട്ടിണി കിടന്നാൽ ഒന്നും കഴിക്കില്ല എന്ന് വെച്ചിരുന്നാൽ. അപ്പം അന്നത്തിൽ നിന്ന് തന്നെയാണ് പ്രാണന് ബലം കിട്ടുന്നത്. പ്രാണനാൽ തന്നെ അന്നമയ ശരീരം ജീവശക്തി നേടുന്നു. എന്നാൽ പ്രാണനില്ലെങ്കിലോ ഈ ശരീരത്തിന് അതിൻ്റെ ജീവശക്തി നഷ്ടപ്പെട്ടു പോകും, ജീവൻ തന്നെ ഇല്ലാതെയായി പോകും. അപ്പം അന്നമുണ്ടെങ്കിലേ പ്രാണന് ബലമുണ്ടാകുന്നു. പ്രാണനുണ്ടെങ്കിലേ അന്നമയ ശരീരത്തിന് അതിൻ്റെ ജീവശക്തി നിലനിർത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ പ്രാണൻ തന്നെയാണ് അന്നമയ ശരീരത്തിലെ അന്നരസത്തെ വ്യാപിപ്പിക്കുന്നത്. ഈ പ്രാണൻ തന്നെയാണ്, പ്രാണനുള്ളത് കൊണ്ടാണ് ഈ ശരീരത്തിൽ അന്നത്തിൻ്റെ രസത്തെ എല്ലായിടത്തും എത്തിക്കുന്നത്. പ്രാണനില്ലെങ്കിൽ നമ്മൾ കഴിച്ച ഭക്ഷണം അവിടെ കിടക്കും. പ്രാണനുള്ളപ്പോഴാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വേണ്ട അന്നത്തിൻ്റെ രസം, അന്നത്തിൽ നിന്നുണ്ടാകുന്ന രസം എന്ന് പറഞ്ഞാൽ നമ്മൾ വൈറ്റമിനോ കാൽസ്യമോ എന്തോ ആയിക്കോട്ടെ, കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന രസങ്ങൾ, സത്ത, പല ഘടകങ്ങൾ, ശരീരം പുഷ്ടിപ്പെടുത്തേണ്ട പല ഘടകങ്ങൾ, അതിനെയെല്ലാം പ്രാണനാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീരം പ്രാണന്റെ ആധാരത്തിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പം ഈ ശരീരത്തിൻ്റെ ആധാരം തന്നെ പ്രാണന്റെ ബലത്തിലാണ്. പ്രാണനുണ്ടെങ്കിലേ ഈ ശരീരമുള്ളൂ, അല്ലെങ്കിൽ ശരീരം എന്തായിപ്പോൾ ബാക്ടീരിയലായി തിന്നു തീർക്കും, അല്ലെങ്കിൽ അഴുകിപ്പോകും. അപ്പം ഈ ശരീരത്തിൻ്റെ ആധാരം തന്നെ ഏതിലാണ് വരുന്നത്? പ്രാണന്റെ ബലത്തിലാണ്. അല്ലെ പ്രാണനാണ് ശരീരത്തെ ഉറപ്പിച്ച് നിർത്തുന്നത്. പ്രാണന് അന്നം ലഭിക്കുന്നില്ലെങ്കിൽ, ഇനി തിരിച്ചു പറയുകയാണെങ്കിൽ പ്രാണന് അന്നം ലഭിച്ചിട്ടില്ലെങ്കിലോ, അന്നം കൊടുത്തിട്ടില്ലെങ്കിലോ, അത് ശരീരത്തിലെ ധാതുക്കളെ തന്നെ ഉണക്കിക്കളയും. അന്നം പ്രാണന് കൊടുത്തില്ല എങ്കിൽ, ശരീരത്തിലെ പ്രാണന് കൊടുത്തില്ല എങ്കിൽ ആ ഫങ്ഷൻ ശരിക്കും നടക്കില്ല. അപ്പം ശരീരത്തിലുള്ള ധാതുക്കളെ എല്ലാം അതെന്ത് ചെയ്യും? ഉണക്കിക്കളയും. ഉണക്കിക്കളയാന്ന് പറയുമ്പോൾ ശരീരം ചുളിഞ്ഞ് ഒരുമാതിരി ആ മാംസ സ്വഭാവം എല്ലാം നഷ്ടപ്പെടും. ചുളിഞ്ഞ് ആ ധാതുക്കളെല്ലാം ഉണങ്ങിപ്പോകും. അതുകൊണ്ട് ശരീരവും പ്രാണനും പരസ്പരം ആശ്രയിച്ച് കഴിയുന്നു. ഇപ്പം രണ്ടും പരസ്പരം ആശ്രയിച്ച് കഴിയുകയാണ്. അല്ലെങ്കിൽ ശരീരം തന്നെയാണ് പ്രാണൻ, പ്രാണൻ തന്നെയാണ് ശരീരം എന്ന നിലയിലാണ് അതിൻ്റെ പോക്ക്. രണ്ടും പരസ്പരം ബന്ധിപ്പിച്ച് കിടക്കുകയാണ്. ഒന്ന് ഇല്ലെങ്കിൽ മറ്റൊന്നിന് നിലനിൽപ്പില്ല. അപ്പോൾ പ്രാണനെ വേണമെങ്കിൽ ശരീരമായിട്ട് കാണാം, അന്നമായിട്ട് കാണാം. ശരീരം എന്ന് പറഞ്ഞാൽ അന്നം. പ്രാണനെ അന്നമായിട്ടും കാണാം, അന്നത്തെ പ്രാണനായിട്ടും കാണാം. പറഞ്ഞുകൊണ്ട് വരുന്നത് ബ്രഹ്മം തന്നെയാണ് എല്ലാം എന്ന് പറയുന്ന ആ തത്വത്തിലേക്കാണ് ഇത്. ബ്രഹ്മമില്ലെങ്കിൽ ഈ നമ്മളുണ്ടാകുന്നില്ല. നമ്മളും ബ്രഹ്മവും തമ്മിലൊരു ബന്ധമുണ്ട്.
ബ്രഹ്മത്തിൽ നിന്നാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഇല്ലാതായാൽ അത് ബ്രഹ്മത്തിലേക്കാണ് പോകുന്നത്. ഇത്തരത്തിൽ എല്ലാത്തിനെയും ബ്രഹ്മമായി കാണണം. അന്നത്തെ പ്രാണനായിട്ട് ബ്രഹ്മമായി കാണാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ്രാണനെയും ബ്രഹ്മമായി കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒരേ സംഗതി തന്നെയാണ്. പല രൂപത്തിൽ വന്നിട്ട് പല സേവനം ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. ഈ സേവനങ്ങളെല്ലാം തന്നെ പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇപ്പം മനുഷ്യർ തന്നെ പല രൂപത്തിലായിട്ട് വന്നതാണ്. ആ ബ്രഹ്മം തന്നെയാണ് പല രൂപത്തിൽ മനുഷ്യരായി ജീവജാലങ്ങളായിട്ട് വന്നിട്ട് അവരെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. നമ്മളറിയാതെ തന്നെ ഒരു ബന്ധം അതിലൂടെ ഉണ്ടായി വരുന്നുണ്ട്. അതിനാൽ ഇവയുടെ വിജ്ഞാനം അത്യന്താപേക്ഷിതമാണ്. ഈ ഒരു ജ്ഞാനം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതായത് അന്നമയ ശരീരം എന്ന് നമ്മൾ കാണുമ്പോഴും ഈ അന്നമയ ശരീരം തന്നെയാണ് പ്രാണനാധാരം. പ്രാണൻ തന്നെയാണ് അന്നമയ ശരീരത്തിൻ്റെ നിലനിൽപ്പിനും ആധാരം. എല്ലാം പരസ്പരം ബന്ധിപ്പിച്ച് കിടക്കുകയാണ്. ഈ ഒരു സത്യം ഈ ജ്ഞാനം നമ്മൾ മനസ്സിലാക്കണം. അതിലൂടെ അങ്ങനെ ജ്ഞാനം നേടുമ്പോൾ ഈ അന്നമയ ശരീരത്തെ, അന്നത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ അങ്ങനെ ആ ഒരു ജ്ഞാനത്തിലൂടെയാണ് അതായത് അത്രയും ചിന്തിക്കാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ നല്ല സന്താനങ്ങളും സമ്പത്തും എല്ലാം കൂടിയിട്ട് നമ്മൾ കീർത്തിയും യശസ്സും കൊണ്ട് നേടിക്കൊണ്ട് ജീവിക്കാം. ഈ ഒരു ജ്ഞാനം നമ്മൾ നേടിയാൽ ഇത്തരം വിജ്ഞാനമെല്ലാം കുറച്ച് ഉയർന്ന നിലയിൽ ചിന്തിക്കുന്നവർക്ക് മാത്രമേ പിടികിട്ടി വീഴൂ. അങ്ങനെ ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് നല്ല സന്താനങ്ങളും ഉണ്ടാവും, സമ്പത്തും എല്ലാം ഉണ്ടാവും. സമ്പത്ത് എന്ന് പറയുന്നതുമെല്ലാം, സന്താനങ്ങൾ എന്ന് പറയുന്നതെല്ലാം അന്നത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അന്നം തന്നെയാണ് പ്രാണൻ. അതിൽ നിയന്ത്രിക്കുന്ന ഘടകവും പ്രാണനാണ്. ഇത്തരം ജ്ഞാനമെല്ലാം നേടിയവർക്ക് നല്ല സന്താനവും സമ്പത്തും എല്ലാം ഉണ്ടാവും. കീർത്തിയും യശസ്സും എല്ലാം അവരെ നേടിയെടുക്കും.